ഇത്ര എളുപ്പത്തിൽ നാവിൽ അലിഞ്ഞിറങ്ങുന്ന കിണ്ണത്തപ്പം ഉണ്ടാക്കാമോ? ഇത് കഴിച്ചാൽ പറയില്ല ഇൻസ്റ്റന്റ് കിണ്ണത്തപ്പമാണെന്ന്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. ഒരുപാട് ഇളക്കി കുറുക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇൻസ്റ്റന്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. പാക്കറ്റിൽ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയോ ഏതായാലും മതി. ഇത് നമുക്ക് പൊടിച്ച ശർക്കര ഏകദേശം 1 കപ്പോളം ഉണ്ട്. 1 കപ്പ് നിറച്ചുമില്ല, ഇത് 200 ഗ്രാമാണുള്ളത്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി പൊടിയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ആ ചൂട് ശർക്കരപ്പാനി ഒന്ന് എത്തട്ടെ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് നല്ല കട്ടി തേങ്ങാപ്പാലെടുത്ത് വെക്കാം. ഇപ്പം അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണമെന്നൊന്നുമില്ല, എന്നാലും നല്ല ഒരു ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്ക തോല് പൊളിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ശർക്കര കൊണ്ട് എന്തുണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ ആ ശർക്കരയുടെ ആ ഒരു കുത്തലില്ലാതിരിക്കും, ഒരു നല്ലൊരു ടേസ്റ്റ് വരും. അത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പം ആ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് മധുരമൊക്കെ ഈ പൊടിക്കനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ചില വറുത്ത പൊടികളാണെങ്കിൽ നമ്മൾ നനച്ച് വരുമ്പോഴത്തേക്കും കൂടുതലുണ്ടാവും, ചിലത് കുറവായിരിക്കും. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഒരു പൊടിയാണ്. ചില ബ്രാൻഡിനൊന്നും ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉള്ളത്. ഇനി ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 പിടിയൊക്കെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നുറുക്കിയതാണ് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ ചിലർക്ക് തേങ്ങ ഇങ്ങനെ കടിക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇടണമെന്നില്ല. പിന്നെ ഇതിന് പകരം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് ഇടുമല്ലോ. ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് കുക്കറിൽ വേവിച്ച് അത് വേണമെങ്കിൽ നമുക്ക് ഈ മാവിൽ ചേർത്ത് കൊടുക്കാം. നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനെടുക്കാം. ഞാൻ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതാണ്. അണ്ടിപ്പരിപ്പ് അങ്ങനെ തന്നെ ഇടണം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി, അതും 2ആയിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നെയ്യ് ചേർക്കുന്ന സമയത്ത്. ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. അത് മതി. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡലി ചെമ്പിൻ്റെ ഇഡലി തട്ട് ഞാൻ തിരിച്ചവിടെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ ആ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നെയ്യുടെ സ്വാദിഷ്ടം ഇല്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി പ്ലേറ്റിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു 3 തവിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വലിയ തവിയാണ്. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് നല്ല കട്ടിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്ത നല്ല നേരത്തെ കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റ് ഇഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി നല്ല കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അത് തൊട്ട് നോക്കുന്ന സമയത്തെല്ലാം കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമുക്കിതെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്ത പ്ലേറ്റിലേക്കും അതേപോലെ തന്നെ നെയ്യ് തേച്ച് ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിൽ അതും റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കിണ്ണത്തപ്പം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അരികൊക്കെ അങ്ങനെ വിട്ട് വരും. ഒരു പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കാം. കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത്. നമുക്ക് ഒരു പണിയുള്ളതെന്ന് വെച്ചാൽ തേങ്ങ ചിരവണം, തേങ്ങയുടെ പാലെടുക്കണം എന്നുള്ളത്. തേങ്ങാപ്പാലെടുക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ പശുവും പാലെടുത്തിരുന്നാലും മതി. പക്ഷേ ടേസ്റ്റ് കൂടുതൽ തേങ്ങാപ്പാലിൽ തന്നെയാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നല്ലൊരു നാടൻ സ്നാക്കാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടെ കഴിച്ചോളും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വെണ്ണ പോലെ മുറിഞ്ഞു വരുന്നുണ്ട്.
എന്താ സ്വാദ്, ശരിക്കും ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലിറ്ററലി വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എൻ്റെ ഇടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക രുചിയാണ്. സാധാരണ കിണ്ണത്തപ്പത്തിൽ ആരും തേങ്ങാക്കൊത്ത് ഇടാറില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇടുന്നതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കിണ്ണത്തപ്പത്തിലെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കടലപ്പരിപ്പാണ്. അപ്പോൾ കടലപ്പരിപ്പ് ഇഷ്ടമാണെങ്കിൽ ഇടാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പം. കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.